നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹലോ അനു, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരിക. നീ അവിടെ തന്നെ കാണുമല്ലോ അല്ലേ? ഞാൻ വീട്ടിലില്ല. ചിരുവിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നിരിക്കാം. അപ്പോ നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഇപ്പോ ഹോസ്പിറ്റലിലാണോ? ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് വരാം. വേണ്ട, ഞാൻ വീട്ടിലേക്ക് വരാം. അവിടെ വെയിറ്റ് ചെയ്താൽ മതി. നീ എപ്പോ വരും? പെട്ടെന്ന് വന്നാൽ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ കുറച്ചു നേരം സംസാരിക്കാമായിരുന്നു. അമ്മ ഇവിടെ ഇല്ല. ശരി, ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം. ആ ഓക്കെ, പെട്ടെന്ന് വാ. ചിരുവാ, നമുക്ക് പോയിട്ട് വരാം. എനിക്കൊരാളെ കാണാനുണ്ട്. ഞങ്ങൾ ഇറങ്ങോ? ഓ ആയിക്കോട്ടെ, ഹർഷ വന്നാ ഞാൻ പറയാം. ശരി. നീ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന അപകടമാ ചീരു. 3 മാസം പോലും ആയില്ലല്ലോ. ആ ഓട്ടോയിലൊക്കെ കയറിയ ഡോക്ടറെ കണ്ടതൊക്കെ വെറുതെ ആവും. ഞാൻ സൂക്ഷിച്ചോളാം. ആ സൂക്ഷിക്കണം, സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ട. വിനയന് കൊടുത്ത വാക്കാ, അത് തെറ്റിച്ചാലേ അവൻ നിന്നെ വെറുതെ വിടില്ല. വാ പോ. ചേച്ചി, അവര് വന്നെന്ന് തോന്നുന്നു. കണ്ടിട്ട് പോ. രവിയാണല്ലോ. അല്ല, ഇതെന്താ പോകുന്നില്ലേ? അവര് വന്നു, സംസാരിച്ചിട്ടേ പോന്നു. ഇവളിന്ന് ഇതെല്ലാം തൊലയ്ക്കുമല്ലോ ദൈവമേ. രവി വന്ന് ഹർഷ എവിടെ പോയെന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയും? എന്തായാലും നിങ്ങൾ ചർച്ച കഴിഞ്ഞല്ലേ പോവൂ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ചേച്ചി വരുന്നു. ആരൊക്കെയത്? അനുപമ കുറച്ചു നേരമായി വന്നിട്ട്. ആ കുറച്ചു നേരമായി. ഇറങ്ങാൻ തുടങ്ങുക. ഹർഷ എവിടെ രവി? ആ ഹർഷയെ ഹോസ്പിറ്റൽ ഒബ്സർവേഷനിൽ കിടത്തിയിരിക്കായിരുന്നു. ഉച്ച കഴിഞ്ഞ് ഒന്ന് സ്കാൻ ചെയ്യണം. ഹർഷയ്ക്ക് പെട്ടെന്ന് ഇത് എന്തു പറ്റി? അല്ല, ഇവിടുന്ന് പോകുമ്പോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ അവിടെ എത്തിയപ്പോ ചെറിയൊരു തലകറക്കം പോലെ തോന്നി ആന്റി. ഞാൻ ആന്റി അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകാനാണ് വന്നത്. അവിടെ അടുത്ത് ലേഡീസ് ആരെങ്കിലും വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഈശ്വര, എന്തൊക്കെ അത്ഭുതങ്ങളാണ് നീ ഇവിടെ കാണിക്കുന്നത്. ആ നിങ്ങളിരിക്കും. ആന്റി ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തായിരുന്നോ?
ആ ഞാൻ എടുക്കാൻ പോവായിരുന്നു രവി. ആഹാ. ഹർഷയ്ക്ക് സുഖമില്ലാന്ന് കേട്ടപ്പോ ശരീരം മുഴുവൻ ഒരു വിറയല് പോലെ. ഞങ്ങൾക്കൊന്നും വേണ്ട ചേട്ടാ, നിങ്ങൾ വേഗം ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ, ഞങ്ങൾ എന്തായാലും ഇറങ്ങാം. അല്ല, ഇതുവരെ വന്നതല്ലേ? അത് കുഴപ്പമില്ല രവി, ഞങ്ങൾ വീണ്ടും വരും. എനിക്ക് രവിയെ ഹർഷയെ ഒരുമിച്ച് കാണേണ്ട കാര്യമുണ്ട്. പോട്ടെ. ആ, ഞാൻ ഹർഷയോട് പറഞ്ഞോളാം. രവി, എന്താ ശരിക്കും സംഭവിച്ചേ? ആ ഇന്ദിര, നീയും അമ്മയും വീട്ടിലുണ്ടെന്ന് ഹർഷ എന്നോട് നേരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നു. ആ, ഞാനിവിടെ എത്തി. ഇന്ദിര, അമ്പലത്തിലൊരു വഴിപാടുണ്ടായിരുന്നു, അത് കഴിക്കാൻ നിന്നുകൊണ്ടാണ് ലേറ്റായത്. നീ അകത്തുണ്ടല്ലോ. രവി, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ ഇന്ദിര? ഓക്കെ, ശരി ഇന്ദിര. ഈ പ്രതിസന്ധിയിൽ നിന്ന് തൽക്കാലം ഞാൻ നിങ്ങളെ രക്ഷിക്കാം. പക്ഷേ നിങ്ങൾ കാണിച്ചത് നല്ല പ്രവൃത്തിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. വലിയ നന്ദിയുണ്ട് രവി. നീ ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് തിരിച്ചയച്ചില്ലായിരുന്നെങ്കിൽ വലിയ പ്രശ്നമായി പോയെന്നെ. ആൻറ്റിയും ആവശ്യമില്ലാത്ത ഓരോ നാടകങ്ങൾ കളിച്ചിട്ടല്ലേ നിങ്ങൾ എനിക്ക് തരാനുള്ള പണം തരാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞാൽ അത് അനുഭവിക്ക് വിശ്വാസമാവില്ലേ? ഏയ് ഇല്ല രവി, ഇന്ദ്രനുമായിട്ട് അകലാൻ അനുപമ ഓരോ കാരണം നോക്കിയിരിക്കുക.